Get on my head. 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 ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂസ്ഡ് കാർ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ ഒരു രജിസ്ട്രേഷൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ കിട്ടണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, കുറേ കിലോമീറ്റർ ഓടിയായിരിക്കും, പിന്നെ എങ്ങനെ എന്ത് വിശ്വസിച്ചിട്ട് എടുക്കുന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള 2023 ആയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ഷോറൂമുകളിൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ നിങ്ങൾക്ക് യൂസ്ഡ് വണ്ടികൾ, അതായത് ടെസ്റ്റ് ഡ്രൈവിന് യൂസ് ചെയ്ത വണ്ടികൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്ന പോലത്തെ TC ആണ് ആ വണ്ടികൾക്ക് ഉണ്ടാകുക, അതായത് രജിസ്റ്റേർഡ് ആയിരിക്കത്തില്ല വണ്ടി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എന്താ പറയുക, നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ രജിസ്ട്രേഷൻ നിങ്ങളുടെ പേരിലായിരിക്കും ഫസ്റ്റ് ഓണർ വരിക. യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ഓണർ ആയിരിക്കും, അതായത് ഫസ്റ്റ് ഓണറിൽ നിന്ന് സെക്കൻഡ് ഓണറിലേക്ക് മാറും. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോറൂമുകളിലും, ഫോക്സിൻ്റെ എല്ലാ ഷോറൂമുകളിലും ഇപ്പോൾ 2022 വരെ യൂസ് ചെയ്ത ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഷോറൂമിലാണ് 4 വണ്ടിയോടത്തോളം ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി സെയിലിൽ വരുന്നത്. അത് ഏറ്റവും നല്ല ഡിസ്കൗണ്ട്, 1.5 ലക്ഷം തൊട്ടിട്ട് എനിക്ക് 4 ലക്ഷം രൂപയൊക്കെയാണ് ഡിസ്കൗണ്ട് വരുന്നത്. ഈ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് വെച്ചാൽ വേർട്ടസ് GT ഓട്ടോമാറ്റിക്കാണ്. GTയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വേർട്ടസ് നമുക്ക് ഓട്ടോമാറ്റിക് മാത്രമേ വരുന്നുള്ളൂ, DSG. ഈ ഒരു വണ്ടി ഇപ്പോൾ സെയിലിലാണുള്ളത്, 2022 മോഡലാണ്. എനിക്ക് തോന്നുന്നു 10,000 കിലോമീറ്റർ താഴെയാണ് ഈ വണ്ടി ഓടിക്കുക. അതുപോലെ തന്നെ നമുക്കുള്ള ബാക്കിയുള്ള വണ്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗൂണിൽ ഫുൾ ഓപ്ഷൻ മാത്രമേ എല്ലാവർക്കും ഡ്രൈവിന് ഉണ്ടാകത്തുള്ളൂ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി പോയിട്ട് കാണുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അവർക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എല്ലാ ഷോറൂമുകളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ലൈൻ മോഡൽസാണ് അധികവും ഡ്രൈവ് ഉണ്ടാകുക. മിഡിൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഷോറൂമൊക്കെ ഉണ്ടാകും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഉള്ള സെയിലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ GT എല്ലാവർക്കും അറിയാം, ഫുൾ ഓപ്ഷനാണ്, 1.5 DSG ഫുൾ ഓപ്ഷനാണ്. പിന്നെ ഉള്ളത് ടൈഗൂണിലേക്ക് വരുമ്പോൾ നമുക്ക് ടോപ്പ് ലൈനാണ് വരുന്നത്. ടോപ്പ് ലൈൻ മീൻസ് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് 2 വണ്ടികൾ, അതുപോലെ തന്നെ മാനുവലാണ് 2 വണ്ടികൾ വരുന്നത്, പിന്നെ ഒരു ഓട്ടോമാറ്റിക്. ഇതൊക്കെ ഏതാണ്ട് ഒരു 10,000 കിലോമീറ്ററിൻ്റെ അടുത്തും അതിൽ താഴെ പോയിട്ടുള്ള വണ്ടികളുണ്ട്. ഏതാണ്ട് 15,000 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ ഓടിയ വണ്ടികളാണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പലർക്കുള്ള ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വണ്ടികൾ എടുക്കുമ്പോൾ ചിലപ്പോൾ സർവീസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വണ്ടികൾ നല്ല രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ള എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, അറിയാതൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് യൂസ് കാർ എടുക്കുന്നതിൽ ഏറ്റവും ബെറ്ററാണ് ഒരു മീൻസ് ഷോറൂമിൽ നിന്നൊരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ, ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ ഷോറൂമുകാർ തന്നെ അത് ക്യാരി ചെയ്യും. അതായത് എന്തെങ്കിലും പാർട്സ് മാറ്റിയിട്ടുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ അവരെന്നെ നോക്കിയിട്ട് ചെയ്തോളൂ. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, വണ്ടി എടുക്കുന്ന ടൈമിൽ അവർ പറയും, അതെന്തായാലും ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു ഷോറൂം ഒരു റെസ്പോൺസിബിളാണ്. നാളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറോൾ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഡ്രൈവ് വണ്ടികളായിട്ട് സെയിലിനുണ്ടാകുക. കാരണം നിങ്ങൾക്ക് ഇവിടെ എവിടെയോ ഒരു സ്ക്രാച്ചസോ അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. പിന്നെ ഇന്ന് വാഷ് ചെയ്തില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് വണ്ടി ക്ലീൻ എല്ലാം തോന്നുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് എവിടെ സ്ക്രാച്ചസോ ജസ്റ്റ് ഒന്ന് വോക്കറാണ്ട് നമുക്ക് പോകാം. ഇത് GT ആണ്. GTയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ കുറേ ഇട്ടതാണ്, അതുകൊണ്ട് ഞാൻ എന്താ പറയുക, റിവ്യൂ ആയിട്ടൊന്നും എന്തായാലും ഇടുന്നില്ല. പിന്നെ നമുക്ക് വണ്ടിയുടെ ക്ലീൻനെസ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടികൾ നോക്കുന്നവരാണെങ്കിൽ ഓക്കെ. ഇതിൽ നമുക്ക് പലർക്കുള്ള ഒരു ഡൗട്ടാണ്, ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളൊക്കെ പ്രോപ്പറായിട്ടാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആ പ്രോപ്പറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് TC സ്റ്റിക്കറാണ്. ഓക്കെ, TC സ്റ്റിക്കർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കതറിയാം, പിന്നെ ഒട്ടിക്കാം. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ വണ്ടികൾ എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടികളൊക്കെ നിങ്ങൾക്ക് കിട്ടുക. അതായത് നിങ്ങളിപ്പോൾ വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും ആദ്യം രജിസ്റ്റേർഡ് ഉണ്ടാകുക. അതായത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാൻസി നമ്പർ ചൂസ് ചെയ്യാം. മെയിൻ ഇഷ്യൂസ് അതാണ്. അതായത് നമുക്ക് ഫാൻസി നമ്പേഴ്സൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇഷ്യൂസ് ഉള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതുവരെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ വണ്ടി ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി ഞാൻ യൂസ് ചെയ്തത്. അതുപോലെ നമുക്ക് ടൈഗൂൺ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് എന്താ പറയുക, ആ ഒരു ഇത് കാണിച്ചു തരാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം. അങ്ങനെ ആരെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളോ കാര്യങ്ങളോ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അധികം ലെങ്ത് ആക്കില്ല. ജസ്റ്റ് ഞാൻ ഇൻറ്റീരിയറും കൂടി കാണിച്ചു തരാം. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇൻറ്റീരിയറൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. ജസ്റ്റ് ഒരു യൂസ് ചെയ്തതിൻ്റെ ഒരു എന്താ പറയുക, യൂസ് ചെയ്ത് മനസ്സിലാവുന്നതല്ല. അത് വേറെ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഓവറോൾ നോക്കാം. ജസ്റ്റ് ഈവൻ റിയറിൽ ഉണ്ടെന്നുണ്ടെന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക, റിയറിലേക്കാണെങ്കിലും. ഓക്കെ, ജസ്റ്റ് റിയറിലൊന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അതായത് യൂസ്ഡ് കാർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷം തൊട്ടിട്ട് 1.5 ലക്ഷം തൊട്ടിട്ട് നിങ്ങൾക്ക് ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ അടുത്തോളം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ,
അപ്പോൾ ഇത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിക്ക് പലർക്കും ഒരു ഡൗട്ടാണ് ഈ സർവീസിന് എന്തൊക്കെ വരുമ്പോൾ, അതായത് ഇപ്പോൾ പാർട്സിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ. വാറണ്ടിയിൽ എന്തായാലും ഈ ഏത് ടൈമിലാണ് ഇത് രജിസ്റ്റർ ഇതാക്കിയിട്ടുള്ളത്, ഷോറൂം രജിസ്റ്റർ ചെയ്യുന്നത്, അത് നോക്കിയിട്ട് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ സർവീസിൻ്റെ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി സർവീസും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാ വണ്ടികൾക്കും ഇല്ല. അതായത് കൂടുതൽ വണ്ടി റണ്ണിങ് ആയിട്ടുള്ള വണ്ടികൾക്കൊക്കെ ചില കസ്റ്റമേഴ്സിനൊക്കെ ഒരു എന്താ പറയുക ടെൻഷൻ ഉണ്ടാവും, കൂടുതൽ ടച്ച് ആയ വണ്ടിയാണ്, റഫ് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ. ഒരു പേഴ്സൺ ചിലപ്പോൾ എല്ലാവരും എല്ലാ വണ്ടികളും, അതായത് യൂസ് കാർ എടുക്കുന്ന സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും നല്ല രീതിയിലായിരിക്കണം എന്നില്ല മെയിൻറ്റെയിൻ ചെയ്ത്. അതേപോലെ തന്നെയാണ് ഷോറൂമിലുള്ള വണ്ടിയുടെ കണ്ടീഷൻസും ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് സർവീസും കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഈ ചാനലിൽ അങ്ങനെ ചറവറ വീഡിയോസൊന്നും എന്തായാലും അപ്ലോഡ് ചെയ്യാറില്ല. ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ എല്ലാ ഷോറൂമിലും ഈ വണ്ടികൾ അവൈലബിൾ ആണ്, മീൻസ് യൂസ്ഡ് കാർ ആയിട്ടുള്ള എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യും. ഇപ്പം കുറേ കോൾസ് വരികയാണ്, അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് കാണാം. ടിൽ ദെൻ